ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസിലായാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡീ-ടാൻ സ്ക്രബിനെ പറ്റിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാനും അതേപോലെ തന്നെ അതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞു തരാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്ക്രബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഈ ഡോക്ടർ റാഷേലിൻ്റെ ഡീ-ടാൻ സ്ക്രബിനെ പറ്റിയിട്ടാണ്. ഇത് ടാൻ റിമൂവ് ആക്കുമോ, ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഈ സ്ക്രബിന്റെ ടെക്സ്ചർ എങ്ങനെയാണ്, ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഈ ഒരെണ്ണം മാത്രം മതിയോ നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായാലും നല്ല ഡീപ്പായിട്ടുള്ള ടാൻ മാറ്റാനായാലും ഈ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള എല്ലാത്തിൻ്റെയും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണോ അതേ വാങ്ങിക്കണ്ടയോ, ഇതിന്റെ റേറ്റിംഗ് ഞാൻ എത്ര കൊടുക്കും എന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ക്രീമിന്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം ടാൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ടാൻ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വരുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺലൈറ്റിൽ UV റേസ് ഉണ്ട്. ആ ഒരു UV റേസ് നമ്മുടെ സ്കിന്നിലേക്ക് ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള മെലാനിന് പ്രൊഡ്യൂസ് ആകുകയും അങ്ങനെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ടാൻ ആയിട്ട് പിഗ്മെന്റേഷൻ ഒക്കെ വന്നിട്ട് മൊത്തത്തിൽ ഒരു നമ്മുടെ ഒരു ഡിസ്കളറേഷൻ എന്ന് പറയാം, ആ ഒരു രീതിയിൽ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടാൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സംഭവങ്ങൾ യൂസ് ചെയ്യും. നമ്മൾ ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നുമില്ല, നമ്മൾ അംബ്രലാസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന് പറ്റിയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്താ, സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് സ്ക്രബ് അവൈലബിൾ ആണ്. പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും റേറ്റ് കുറവായിട്ട് ഒരു സ്ക്രബ് ഇതുവരെയായിട്ടും എനിക്കുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതാണ് ഫസ്റ്റ് ഇതിന്റെ മെരിറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്ക്രബിലേക്ക് കിടക്കാം. അപ്പോൾ സ്ക്രബിൽ എഴുതി വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരബൻ ആൻഡ് SLS ഫ്രീ, ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ്, 100% നാച്ചുറൽ എക്സ്ട്രാക്ട് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ പാരബൻ ഫ്രീ എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ചെക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെയാണ് പാക്കേജ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ ഡീ-ടാൻ ഫേസ് ആൻഡ് ബോഡി സ്ക്രബ്, ജെന്റലി എക്സ്ഫോളിയേറ്റ്, ഹെൽപ്പ് റെഡ്യൂസ് ടാൻ ആൻഡ് ഇംപ്രൂവ് സ്കിൻ ടെക്സ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്യൂട്ടബിൾ ഫോർ മോർ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഓക്കെ ആണ് എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ടാന് നമ്മുടെ ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബാണ്. നമ്മുടെ ഔട്ടർ ലെയറിലുള്ള ചെറുതായിട്ടുള്ള വരുന്ന ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈൽഡ് ആയിട്ടുള്ള ടാന് വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി സ്കിന്ന് ഒന്ന് സൂത്തിങ് ആവാനും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, പക്ഷേ ടാൻ റിമൂവലിന് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ആ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നോക്കാം. ആദ്യത്തത് വാൾനട്ടിന്റെ ഗ്രാന്യൂൾസ് ഉണ്ട്. വാൾനട്ടിന്റെ ഗ്രാന്യൂൾസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഗ്രാന്യൂൾസ്, വാൾനട്ടിന്റെ ഗ്രാന്യൂൾസ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നല്ലതാണ്. അത് വിറ്റാമിൻ ഇ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അലോവേറ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ഒന്ന് സൂതന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അലോവേറ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഗ്ലിസറിൻ. ഗ്ലിസറിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ. ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഗ്ലിസറിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയും കൊണ്ട് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഗ്ലിസറിനും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക. എന്നിട്ട് ആ ഒരു നനവോട് കൂടിയിട്ട് ഫേസ് വാഷ് വെച്ച് ഫേസ് വാഷ് ഒന്ന് ചെയ്യുക. എന്നിട്ട് ആ ഒരു നനവോട് കൂടിയിട്ട് ഇതിൽ കുറച്ച് മാത്രം എടുത്തിട്ട് 1 to 2 minutes പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക. ഭയങ്കര ഹാർഷ് ആക്കാൻ പാടില്ല. പതുക്കെ സ്ക്രബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കഴുകി കളയുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി എപ്പോഴൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഈ സ്ക്രബ് യൂസ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ആവും കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച ഒന്നും നമുക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഒരു 2-3 ആഴ്ചയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടാൻ റിമൂവ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നന്നായിട്ട് ഇതിന്റെ ടാൻ റിമൂവ് ആവണമെങ്കിൽ കുറച്ച് നാള് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ടാൻ മാറുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇന്ന് യൂസ് ചെയ്ത് ഇന്ന് മാറും എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഫേസ് മാത്രമല്ല, നമ്മുടെ ഓവറോൾ ബോഡി സ്ക്രബ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമ്മളെ ഫേസിന് മാത്രം സ്ക്രബ് ഉണ്ടല്ലോ, അതല്ല, ഇത് ബോഡിയും ഉണ്ട്, സ്ക്രബിനും ഫേസിനും ബോഡിക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബാണ്. ഓക്കെ, ആർക്കൊക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പിമ്പിൾസ് ഉണ്ട്, പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു കെമിക്കൽ പീൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തവരാണ്, പിന്നെ സെൻസിറ്റീവ് കാര്, ഇതിനകത്ത് എല്ലാ സ്കിന്നും ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെൻസിറ്റീവ് കാര് അല്ലെങ്കിൽ സ്കിൻ ടൈപ്പ് ഒന്ന് ഓക്കെ, നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ക്രീമിന്റെ അഡ്വാൻറ്റേജ് പറയുന്നതാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഒരു സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടും, ഈസി ടു യൂസ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഭയങ്കര ഹാർഷ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ടാൻ റിമൂവ് ആകുമോ എന്ന് ചോദിച്ചാൽ ടാൻ റിമൂവ് ആകും, പക്ഷെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ടാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ആകില്ല. പക്ഷെ മൈൽഡ് ആയിട്ടുള്ള ടാൻ നിങ്ങൾക്ക് റിമൂവ് ആക്കാൻ വേണ്ടി പറ്റും. സെൻസിറ്റീവ് സ്കിന്നിന് ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ റിസൾട്ട് കിട്ടില്ല, ഒരു മിറാക്കിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ഞാൻ കണ്ടേക്കുന്നത്. ഓക്കെ, ഇനി ഓവറോൾ പറയുകയാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ടാന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു സംഭവം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു സംഭവത്തിന്റെ അകത്ത് ഇതിന്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്ക്, നിങ്ങൾക്ക് കണ്ടല്ലോ ഇത്രയും മാത്രമുണ്ട്. ഇത് ഒരു 380 ml ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇതുണ്ടാവും. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഈ കാല് വിണ്ട് കീറലിന്റെ കൊച്ചാറയിലിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിന്റെ അതേ സ്മെല്ല് പോലെ, അതേ അല്ല എങ്കിലും ഇതിനകത്ത് ചെറിയ ചെറിയ ഗ്രാന്യൂൾസ്, ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു കളറ്, ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ജസ്റ്റ് അതിന്റെ ഗ്രാന്യൂൾസ്, കുഞ്ഞു കുഞ്ഞു ഗ്രാന്യൂൾസ് ഇല്ലേ, നമ്മളെ വാൾനട്ട് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞില്ലേ, അതാണ്. എനിക്കിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഒരു തരിതരിപ്പ് തോന്നുന്നുണ്ട്. എന്നാൽ ഭയങ്കര ഹാർഷാണെന്ന് വെച്ചാൽ ഫേസിൽ നല്ല ഹാർഷാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, നല്ല മണമാണ്. ഓക്കെ, ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി. ഇതാണ് ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്, ക്രീമി കൺസിസ്റ്റൻസി ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നുന്നവര് എന്തായാലും ട്രൈ ചെയ്തോ കേട്ടോ. ഞാൻ നോ പറയില്ല ഈ പ്രോഡക്റ്റിനോട്, കാര്യം അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്, അത്യാവശ്യം നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഡെഡ് സ്കിന്ന് പോകും കേട്ടോ. ഞാൻ കുറച്ച് ഹാർഷായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു റബ്ബ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഗ്രാനുൾസ് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് ഇങ്ങനെ
ഇതാകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സ്ക്രബ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാർഷ് ആക്കിയത് എനിക്ക് ആ ഒരു സ്ക്രബ് കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫേസിൽ ഇങ്ങനെ ഹാർഷ് ആക്കരുത്. നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ പതുക്കെ നോസ് ഏരിയയൊക്കെ പതുക്കെ സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഫസ്റ്റിലെ ഞാൻ പറഞ്ഞു പാരബൻ ഫ്രീയും SLS ഫ്രീ എന്നും എഴുതിയിട്ടുണ്ട്. അതെന്താണ്? പാരബൻ എന്ന് പറയുമ്പോൾ ഒരു പ്രിസർവേറ്റീവ് ആണ്. ഇത് ഈ പ്രൊഡക്റ്റിനകത്തുള്ള ഫംഗസും ബാക്ടീരിയാസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്ന് പറഞ്ഞിരുന്നാലും പാരബൻ ഇല്ലായിരിക്കാം, പക്ഷെ ബാക്കിയുള്ള പ്രിസർവേറ്റീവ്സ് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതുകൊണ്ട് പാരബൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നല്ല, ബട്ട് പാരബൻ എന്ന് പറയുന്ന ആ ഒരു പ്രിസർവേറ്റീവ് യൂസ് ചെയ്തിട്ടില്ല. SLS ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമിങ് ഏജന്റ് ഇല്ലേ, നമ്മൾ പതയുന്ന ആ ഒരു ഏജന്റ് വളരെ കുറവാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് ആ ഒരു ഏജന്റ് ഇല്ല എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഒന്ന് ഡ്രൈ ഒക്കെ ആക്കും. അപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ഫോമിങ് ചെറിയ രീതിയിൽ ഒരു ഫോമിങ് എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് നിന്നുള്ള ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒപ്പീനിയൻ കേട്ടോ. പക്ഷേ നിങ്ങൾ ഒരു ബിഗിനർ എന്നല്ല, നിങ്ങളിപ്പോൾ എന്നും പുറത്തിറങ്ങുന്നുണ്ട്, നിങ്ങൾ കുട പിടിക്കുന്നുണ്ട്, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, എന്ത് യൂസ് ചെയ്താലും നമുക്ക് നമ്മുടെ കേരള ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്ക് ടാൻ എന്തായാലും വരും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെച്ചേക്കുക, വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങളെ ടാൻ പോകും കേട്ടോ. ഡീപ്പായിട്ടുള്ള പിഗ്മെന്റേഷൻ ഉള്ളവർ വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യുക. അങ്ങനെ ഉള്ളവരല്ലാത്ത നമ്മൾ സ്കൂളായാലും കോളേജ് സ്കിന്നൊക്കെ അത്യാവശ്യം കെയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ യൂസ് ചെയ്യാനും പറ്റും. അവർക്ക് എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയുള്ളവർ മസ്റ്റായിട്ട് ഇത് ബൈ ചെയ്ത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക, പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തത് കഴിഞ്ഞാലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്തിറങ്ങാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ടാൻ റിമൂവലിൻ്റെ ഒരു പാക്കൊക്കെ ഇട്ട് കൊടുക്കുക, ഫേസ് ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കി വെക്കുക, സൺസ്ക്രീൻ ഇടുക, മോയ്സ്ചറൈസർ ഇടുക, ക്ലെൻസ് ചെയ്യുക, ഇടയ്ക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും മറന്നു പോകരുത്. സ്കിന്നിനെ നന്നായിട്ട് ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലത്തെ ഫുഡൊക്കെ കഴിക്കുക. നമുക്കറിയാം പുറത്ത് വെയിലാണ്, നല്ല ചൂടാണ്, എല്ലാം അറിയാം. അതിനെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കൈയൊക്കെ ആണെങ്കിലും സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യുക. ഇവിടെയൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും, ഫേസ് മാത്രം ഇടും. അങ്ങനെ ചെയ്യരുത്, കൈയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ.